ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള 2 മോതിരങ്ങളാണ്. അപ്പോൾ നമ്മൾ സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് നോക്കാം. മെയിനായിട്ട് സേഫ്റ്റി പിൻ തന്നെയാണ് വേണ്ടത്. പിന്നെ അത് കട്ട് ചെയ്യാനായിട്ടൊരു കട്ടറും പിന്നെ ഒരു പ്ലെയറും എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സേഫ്റ്റി പിൻ നമുക്ക് റിങ്ങിൻ്റെ ഷേപ്പിലോട്ട് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ റിങ് സൈസ് വരുന്ന ഒരു മാർക്കറോ എന്തെങ്കിലും എടുക്കുക. പിന്നെ ബീഡ്സാണ് 2 ഡിസൈനായി വേണ്ടിയിട്ട് മുത്തും ക്രിസ്റ്റൽസും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സേഫ്റ്റി പിന്നിൻ്റെ ഷാർപ്പായ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം മറ്റേ ഭാഗം ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് പ്ലെയർ യൂസ് ചെയ്തിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഇളക്കിയെടുത്താൽ മതി. ഇല്ലെങ്കിൽ ഈ ഭാഗം കൂടി നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈ സേഫ്റ്റി പിന്ന് ഇങ്ങനെ വളവും ചരിവൊന്നും ഇല്ലാതെ നല്ല സ്ട്രെയിറ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് പ്ലെയർ യൂസ് ചെയ്ത് ഇതിങ്ങനെ പതുക്കെ അതിൻ്റെ ഡയറക്ഷൻ നോക്കി ആ ഡയറക്ഷനിലോട്ട് മാത്രം വളവ് എങ്ങനെ നിവർത്താം എന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് ആ പ്ലെയർ യൂസ് ചെയ്തിട്ട് ചെയ്താൽ കറക്റ്റായിട്ട് വരും. വളവ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് നോക്കി അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് കറക്റ്റായിട്ട് തിരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്ട്രെയിറ്റ് ആക്കി എടുക്കാൻ കിട്ടും. അപ്പോൾ ഇതുപോലെ നല്ല സ്ട്രെയിറ്റായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിന് ഫിംഗറിൻ്റെ സൈസിൽ, അതായത് നമ്മുടെ റിങ് ഏത് സൈസിലാണോ വേണ്ടത് ആ സൈസിൽ നമുക്കിതിനെ ഒന്ന് റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മാർക്കറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറിന് പകരം എന്താണെങ്കിലും, അതായത് റൗണ്ട് ഷേപ്പിൽ നിങ്ങളുടെ ഫിംഗറിൻ്റെ സൈസിന് കറക്റ്റായിട്ട് വരുന്ന പോലെ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ വെച്ച് ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി എടുക്കാം. അപ്പോൾ ഈ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇതിൻ്റെ 2 അറ്റം മാത്രം നമുക്ക് കറക്റ്റായിട്ട് റൗണ്ട് വന്നിട്ടില്ല. അപ്പോൾ പ്ലെയർ യൂസ് ചെയ്തിട്ട് ആ ഭാഗത്തൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. 2 സൈഡും ഉൾഭാഗത്തോട്ടൊന്ന് ബെൻഡ് ചെയ്ത് കറക്റ്റ് റൗണ്ട് ഷേപ്പാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ 2 അറ്റും, അതായത് പിടിച്ച് 2 ഡയറക്ഷനിലോട്ട് ഒന്ന് വലിച്ച് നമുക്ക് ഈ ഒരു ഷേപ്പാക്കി, അതായത് 2 ഭാഗത്തേക്ക് ഒന്ന് അകത്തി വെക്കുക. അകത്തിയ ശേഷം 2ൻ്റെ അറ്റവും 2 ഭാഗത്തും നമുക്ക് പ്ലെയർ യൂസ് ചെയ്തിട്ട് ഒന്ന് ബെൻഡ് ചെയ്യണം. അതായത് റൗണ്ട് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആക്കുക. 2 അറ്റവും മാത്രം ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഇതുപോലെ നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫെവി ബോണ്ടാണ് എടുത്ത് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഏത് ടൈപ്പ് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ മെറ്റൽ പീസിലൊക്കെ ഒട്ടിക്കുമ്പോൾ ഫെവി ബോണ്ടായിരിക്കും കുറച്ചുകൂടി ഫാബ്രിക് ഗ്ലൂവിനേക്കാൾ നല്ലത്. മുത്ത് നേരെ ഒട്ടിയിരിക്കും. അപ്പോൾ ഇതിലോട്ട് നമുക്കൊരു ക്രിസ്റ്റൽ ഒരു ഭാഗത്ത് ഒട്ടിക്കാം. ഇതേപോലെ മറ്റേ ഭാഗത്തും ഗ്ലൂ ആക്കിയിട്ട് അവിടെ ഇതേ സെയിം കളർ ചെറിയ മുത്താണ് യൂസ് ചെയ്തിരിക്കുന്നത്, ആ ക്രിസ്റ്റൽ കൂടി ഉപയോഗിക്കാം. അപ്പോൾ 2 mm സൈസ് വരുന്നതും 6 mm സൈസ് വരുന്ന ക്രിസ്റ്റൽസാണ് ഈ റിങ്ങിൽ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് സൈസ് വേണമെങ്കിലും ഏത് കളർ വേണമെങ്കിലും ഏത് ടൈപ്പ് മുത്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ക്രിസ്റ്റൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആക്കി വെച്ചാൽ ഈ മുത്തുകൾ ചേർന്നിരിക്കുന്ന പോലെ യൂസ് ചെയ്യാം. ഇതൊന്ന് അകത്തി വെച്ചാൽ ഈ ഒരു ഡിസൈനിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളിൽ തന്നെ നമുക്കിത് പല ഡിസൈനായിട്ട് യൂസ് ചെയ്യാം. ഇതിന് നമ്മൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് സൈഡിലോട്ടല്ലാതെ കുറച്ചുകൂടി നന്നായിട്ട് അകത്തുകയാണെങ്കിൽ ഇങ്ങനെയല്ലാതെ തന്നെ നമുക്ക് വേറെ വിധത്തിൽ കൂടി ചെയ്യാം. അതായത് നമുക്ക് ഇങ്ങനെ മുത്തുകൾ ചേർന്നിരിക്കുന്ന പോലെ ഇടാം. കുറച്ച് സൈഡിലോട്ടാക്കി കഴിഞ്ഞാൽ അത് വേറൊരു ഡിസൈൻ പോലെ ഇടാം. അല്ലാതെ നന്നായിട്ടൊന്ന് വളച്ച് കഴിഞ്ഞാൽ, അതായത് നന്നായിട്ടൊന്ന് അകത്തുക, നന്നായി അകത്തി കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ 2 മുത്തുകൾ ചേർന്നിരിക്കാത്ത പോലെ കുറച്ച് അകന്നിട്ട് തന്നെ അത് വേറൊരു ഡിസൈനായിട്ട് ഇടാം. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയുള്ള മോതിരമായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ ഒരു മുത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 8 mm സൈസ് വരുന്ന ഒരു കുറച്ച് വലുപ്പമുള്ളൊരു വൈറ്റ് കളർ മുത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഗ്ലൂ ആക്കിയ ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് ഒരു ഭാഗത്തോട്ട് ആദ്യം മുത്ത് കോർത്ത ശേഷം മറ്റേ ഭാഗത്തു കൂടി ഇതുപോലെ മുത്തിൻ്റെ ഉള്ളിലോട്ട് ഇത് കയറ്റി ഇങ്ങനെ വെക്കാം. ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ അതവിടെ സെറ്റാവും. പിന്നെ അത് ഊരി വരില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ ഒരു മുത്ത് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഈ മുത്തിന് പകരം വേണമെങ്കിൽ ചെറിയ 2 മുത്തോ 3 മുത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 2ാമത്തെ ഡിസൈൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.